ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്കൂൾ ഡേ ആണ്. ഫസ്റ്റ് സ്കൂളിൽ പോകുന്നതാണ്. ഞാൻ ഇവിടെ എഴുന്നേൽപ്പിക്കുക. നല്ല പാടാണ് എഴുന്നേൽപ്പിക്കാൻ, കുറേ മെനക്കേടാണ്. ആദ്യം ഇളയാളെ വിളിക്കുന്നു, പിന്നെ മൂത്താളെ വിളിക്കുന്നു. ഇതെന്നമിട്ട് എഴുന്നേക്കോ എന്നൊക്കെ പറയുന്നു. ബബിൾസ് കാണ്ട കരഞ്ഞ് വീണ്ടും ഒരു വീണ്ടും കിടന്ന് പിന്നെ അടുത്ത ആളെ പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ട് എന്നാ പാടാന്നറിയാമോ എഴുന്നേൽപ്പിക്കാൻ ഇവരെയൊക്കെ ഒന്ന്. ഇത്ര 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞും പിന്നെ ആദ്യമായിട്ട് ഇളയാളെ LKG ഒരാൾ UKG പോകുന്നതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. ശ്രുതിയൊക്കെ പറഞ്ഞ് ഈശോപ്പാസ്തോത്രമൊക്കെ പറഞ്ഞ് കുരിശൊക്കെ വരച്ച് എണീക്കുകയാണ്. എണീച്ച് പെയ്യെ താങ്ങിയും തൂങ്ങിയും കഥയൊക്കെ തുറന്നിറങ്ങി. ഇനിയാണ് അംഗം വെട്ട്. പല്ല് തേപ്പ് തുടങ്ങി. ഒരാളുടെ പല്ല് തേപ്പ് കഴിഞ്ഞു, അടുത്ത ആളിപ്പോൾ ഇനിയും കയറി, അടുത്ത ആളുടെ പല്ല് തേപ്പും കഴിഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ ഓരോ പണികൾ ചെയ്യുകയാണ്. അവളങ്ങോട്ട് പല്ല് തേപ്പ്. എന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞു ആവയേനെ പിടിക്കാൻ രാവിലെ കുസ്തിയാണ്. ഇനി അടുത്ത ആളുടെ മടി വെച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കരയും. അന്നേരം അടുത്ത ആളുടെ മടി വെക്കും. അന്നേരത്തേന് അടുത്ത ആൾ തുടങ്ങും. അങ്ങനെ വല്ല ചാല് എന്തെങ്കിലുമൊക്കെ ആട്ടെന്നുള്ള രീതിയിൽ 2 പേരുടെ മടിയിലൊക്കെ വെച്ച് കൊടുത്തൊന്ന് ഹാപ്പി ആക്കിയിട്ട് ഫുഡ് കഴിക്കാനിരുത്തി. ഫുഡ് കഴിക്കാൻ ഇന്ന് രാവിലെ ഇടിയപ്പവും വെജിറ്റബിൾ കറിയായിരുന്നു. അങ്ങനെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ ഫോൺ കാണാൻ രാന്ന് വിളിക്കും ഞാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ച് പിള്ളേർ ബഹളം വെക്കുന്നതുകൊണ്ടാണ് വോയിസ് കൊടുത്തത് കേട്ടോ. എന്നിട്ട് യൂണിഫോം എല്ലാം ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഒരുക്കി അവരിങ്ങനെ പറയുവാണ് സ്കൂളിൽ പോകുന്നതിൻ്റെ കാര്യങ്ങൾ. ഞാൻ പഠിക്കുന്ന സ്കൂളാണ് എന്നമ്മമാർ ചെങ്ങന്നൂർ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചു. 2 പേരെ ഇരുത്തി 91 സങ്കീർത്തനം വായിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് നന്നായിട്ട് പിള്ളേർ പ്രാർത്ഥിക്കും. രാവിലെ പ്രാർത്ഥിച്ചതിന് ശേഷം കുരിശൊക്കെ വരച്ച് അമ്മച്ചിയുടെ പോയി സ്തുതിയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണേ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അമ്മച്ചി അനുഗ്രഹിച്ചു. അയ്യോ, അത് കഴിഞ്ഞ് വെല്ലച്ചാലും ഇറങ്ങി. സ്കൂളിലോട്ട് ഭയങ്കര മടിയുണ്ട് കേട്ടോ. 4 അങ്ങ് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ പക്ഷേ സ്കൂളിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ എത്തി. നല്ല രസമായിരുന്നു. അവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നു. മൂട്ടം കണ്ടുമ്പോൾ അമ്മ വാ പറയണം. അതായത് ഇലയാളങ്ങ് പോയി കഴിഞ്ഞു. അങ്ങോട്ട് കയറി നല്ലൊരിതായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കൊച്ചുങ്ങൾക്ക് വേണ്ടിയുള്ള. അത് ബലൂണൊക്കെ കണ്ടപ്പോഴത്തേന് ബലൂണെന്നും പറഞ്ഞുകൊണ്ട് 2 പേരും കയറി അകത്ത്. പിന്നെ ടീച്ചർമാർ ബലൂണൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫ്രണ്ടിൽ പോയി ഇരുന്ന് അന്നേരത്തേന് ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയും ഓരോ നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സിനെയും അച്ഛനും എല്ലാവരെയും പരിചയപ്പെടുത്തി. എല്ലാവരും അത് കഴിഞ്ഞ് ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയില്ലേ ബലൂണൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞുമക്കൾ പിടിച്ചു. അത് ഫ്ലവറിൻ്റെ കൂട്ടത്തെ ബലൂണായിരുന്നു. ആ ബലൂൺ അതിന് പിള്ളേർ ആദ്യമായിട്ട് കാണും അങ്ങനത്തെ ഒരു ബലൂൺ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ടൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ ഡാൻസാണിത്. നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ആ പിള്ളേർ ഡാൻസ് കളിച്ചു. കുഞ്ഞു മക്കൾ എനിക്കൊന്ന് 2nd സ്റ്റാൻഡേർഡോ 1st സ്റ്റാൻഡേർഡോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇവർ. പക്ഷെ നല്ലതായിരുന്നു ഇവരുടെ ഡാൻസൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. ആദ്യമേ നമ്മളൊരിതാക്കാണ്ട് അവർ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കണ്ട് ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന പിള്ളേരുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവരങ്ങ് നല്ലതായിട്ട് ആസ്വദിച്ചു. ഡാൻസൊക്കെ കഴിഞ്ഞ് Now I invite our manager Action, Father John George, to share his thought with us. ഇത് നമ്മുടെ മാനേജർ അച്ഛനാണ്. അച്ഛൻ നല്ല രീതിയിലൊരു ക്ലാസ് നല്ലതായിരുന്നു. പ്രസംഗം കേൾക്കാൻ മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലും അവർ ആൻസർ പറയുന്ന രീതിയിലുമായിരുന്നു. അത് കഴിഞ്ഞൊരു മോളുടെ പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മോൻ്റെ പാട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പദ്യമായിരുന്നു. അതേതാണ്ട് ഓരോ മക്കളുമാരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ്. അതുകൊണ്ട് എൻ്റെ മോൻ ബാ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് അവിടെ. അമ്മ ബാ ഇത് തന്നെയുള്ളൂ അവന്. അമ്മ ബാ. അത്
അത് കഴിഞ്ഞ് നമ്മളിത് ഓരോ കുഞ്ഞുമക്കളെ ഓരോ ഡിവിഷൻ അനുസരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി അവിടെ ടീച്ചേഴ്സ് നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. അവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ കൊണ്ടുവരണം, ഇതെല്ലാം. പിന്നെ ഓരോരുത്തരുടെ മൂടുകൾ മാറി മാറി വന്നു. നല്ല രസമുണ്ടായിരുന്നു. അവൻ്റെ ഇത് ഇളയമോൻ്റെ ക്ലാസ്സായിരുന്നു. ഇളയമോൻ കുഴപ്പമില്ലായിട്ട് അവിടെ ഇരിക്കുന്ന, അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഫസ്റ്റ് ഡേയുടെ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു ഫസ്റ്റ് ഡേ സ്കൂൾ ലൈഫ് തീർന്നു. ബൈ ബൈ.